Hello. So in last class we were discussing what are the different methods of an applet. Life cycle methods ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. init, start, paint, stop, destroy. ഇത് എപ്പോഴൊക്കെയാണ് വിളിക്കുന്നത് പറഞ്ഞു. It gets automatically called actually in the life cycle of the applet. ആദ്യം വിളിക്കുന്ന മെത്തേഡ് init, പിന്നെ start, പിന്നെ paint, പിന്നെ stop. പിന്നെ സ്റ്റോപ്പ് വിളിച്ചാൽ തിരിച്ച് പെയിൻറ്റിലോ സ്റ്റോപ്പ് വിളിച്ചാൽ തിരിച്ച് സ്റ്റാർട്ടിലോട്ടും പോകാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് വിളിച്ചതിന് ശേഷം ചില സമയത്ത് സ്റ്റോപ്പ് വിളിച്ച ശേഷം ഉടൻ തന്നെ ഡിസ്ട്രോയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റൈറ്റ്, ഓക്കെ. ഇത് കൂടാതെ ദർ ഇസ് എൻ അപ്ഡേറ്റ് മെത്തേഡ് പ്രൊവൈഡ് ബൈ AWT. ഇത് നമുക്ക് ആവശ്യം വരുന്നത് എപ്പോഴൊക്കെ നമുക്ക് ചില സമയത്ത് ആപ്ലെറ്റ് വിൻഡോൻ്റെ ചില പോർഷൻസ് മാത്രം നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, okay, that a particular portion wants to be redrawn, ഒരു പോർഷൻ മാത്രം റീഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്ഡേറ്റ് മെത്തേഡ്. അപ്ഡേറ്റ് മെത്തേഡ് ബൈ ഡീഫോൾട്ട് വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് കോൾസ് പെയിൻറ്റ് മെത്തേഡ്. അപ്ഡേറ്റ് ഇൻറ്റേർണലി പെയിൻറ്റ് മെത്തേഡ് വിളിക്കുക. വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റിന് നമ്മുടേതായിട്ടുള്ള ഓവർറിഡൺ വേർഷൻ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. Okay, so you can override the update method. പക്ഷെ അത് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ അത് ഡീഫോൾട്ട് പെയിൻ മെത്തേഡ് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ആപ്പിളിൻ്റെ കുറച്ച് ഡിസ്പ്ലേ മെത്തേഡ്സ് പഠിക്കാം. ഡിസ്പ്ലേന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. സോ നമ്മൾ ഓൾറെഡി ഡ്രോ സ്ട്രിങ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഗ്രാഫിക്സ് ഒബ്ജക്റ്റിൻ്റെ ഡ്രോ സ്ട്രിങ് മെത്തേഡ് ത്രൂ വിച്ച് യു ക്യാൻ സ്പെസിഫൈ വാട്ട് ഈസ് ദ മെസ്സേജ് ടു ബി printed as well as on what location the message is to be printed, right? XY കോർഡിനേറ്റ് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് പറയാം എന്ന് പറഞ്ഞു. ഓക്കെ, സോ അത് കൂടാതെ ദർ ആർ മെത്തേഡ്സ് ലൈക്ക് സെറ്റ് ബാക്ക്ഗ്രൗണ്ട്, സെറ്റ് ഫോർഗ്രൗണ്ട്. ഇതൊക്കെ വെച്ച് നമ്മൾ ചെറിയ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്യാൻ ആസ് എ നെയിം ഇറ്റ് സെൽഫ് സേസ് ബാക്ക്ഗ്രൗണ്ട്, വിൻഡോൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സെറ്റ് ഫോർഗ്രൗണ്ട് ആക്ച്വലി നമ്മളെ ടെക്സ്റ്റിൻ്റെ കളറ് സെറ്റ് ചെയ്യാനാണ്. ഓക്കെ, സോ ഒരു വിൻഡോൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് റൈറ്റ് ചെയ്യാമെന്നാണെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ കളറാണ് നമ്മൾ ഫോർഗ്രൗണ്ട് വെച്ച് പറയുന്നത്. പക്ഷേ ആ മെത്തേഡ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ഐ ട്രൈഡ് ഇൻ ദ സിസ്റ്റം ബട്ട് ഇറ്റ് ഡസൻറ്റ് വർക്ക്. സോ അതിന് പകരം ദർ ഇസ് അനദർ മെത്തേഡ് ദാറ്റ് ഐ യൂസ്, ദാറ്റ് ഇസ് ഗ്രാഫിക്സ് ഒബ്ജക്റ്റിൻ്റെ സെറ്റ് കളർ മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഐ വിൽ ബി യൂസിങ്. ഓക്കെ, സോ ഐ വിൽ ഷോ യു what change I have brought in the program. So set background, set foreground, as such it is defined by the component class. Component class എന്ന് പറഞ്ഞാൽ it's a base class of applet അല്ലേ. നമുക്കറിയാം ആപ്ലെറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ പേര് പാനൽ എന്നാണ്, അതിൻ്റെ മുകളിലുള്ള ക്ലാസ്സിൻ്റെ പേര് കണ്ടെയ്നർ എന്നാണ്, അതിൻ്റെ മുകളിലെ പേര് കമ്പോണൻ്റ് എന്നാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റൈറ്റ്, let us go through it again. Okay, so applet, panel, container and component, right? ഈ ഒരു ഹൈറാർക്കിയാണ് ഉള്ളത്. ഓക്കെ, സോ അത് കമ്പോണൻറ്റ് ക്ലാസ് ആണ് ഈ സെറ്റ് ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ഫോർഗ്രൗണ്ടും എന്ന് പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് മെത്തേഡ് വഴി നമുക്ക് കളർ സ്പെസിഫൈ ചെയ്യാം, എന്ത് കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന്. സിമിലർലി ഫോർഗ്രൗണ്ടിൽ എന്ത് കളർ, ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കളറാണ് ഉദ്ദേശിക്കുന്നത്. സോ കളർ എന്ന് പറയുന്നത് ഈ കളർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അത് യു ക്യാൻ യൂസ് എനി ഓഫ് ദീസ് കോൺസ്റ്റൻസ് ഗിവൺ ഇൻ ദിസ് ടേബിൾ. കളർ ഡോട്ട് ബ്ലാക്ക്, കളർ ഡോട്ട് ബ്ലൂ, ഇതേപോലെ തന്നെ യൂസ് ചെയ്യണം. ഇതേപോലെ അതിൻ്റെ കേസ് അതുപോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, കേസ് ഷുഡ് ബി ആസ് ഗിവൺ. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്ത കളർ ഡോട്ട് ഗ്രീൻ, കളർ ഡോട്ട് റെഡ് എന്ന് പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഡോട്ട് ഗ്രീനും ഫോർഗ്രൗണ്ട് കളർ ഡോട്ട് റെഡ്. അത് യൂഷ്വലി ഇത് സെറ്റ് ചെയ്യുക ഇനിറ്റ് മെത്തേഡിൻ്റെ അകത്താണ്. ഓക്കെ, ഓൺലി വൺസ് ഇറ്റ് വിൽ ബി സെറ്റ്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ആപ്ലെറ്റിൻ്റെ എക്സിക്യൂഷൻ ലൈഫ് സൈക്കിളിൽ എവിടെയൊക്കെ മാറ്റം വരുത്തണം അതുപോലെ മാറ്റം വരുത്താം. പക്ഷേ യൂഷ്വലി ഇനിറ്റ് മെത്തേഡിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അത് എന്താണ് ഓൾറെഡി ഉള്ള കളർ എന്ന് നമുക്കറിയണമെങ്കിൽ ദർ ആർ മെത്തേഡ്സ്, ഗെറ്റ് മെത്തേഡ്സ്, സെറ്റ് മെത്തേഡ്സ് പോലെ തന്നെ ഗെറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഗെറ്റ് ബാക്ക്ഗ്രൗണ്ടും ഗെറ്റ് ഫോർഗ്രൗണ്ടും വിച്ച് റിട്ടേൺസ് കളർ ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഹിയർ വിൽ സി എ സിമ്പിൾ ആപ്ലെറ്റ്. ആപ്ലെറ്റിൻ്റെ പേര് സാമ്പിൾ എന്നാണ്. ഓക്കെ, ഇറ്റ് എക്സ്റ്റെൻസ് ആപ്ലെറ്റ് ക്ലാസ്, ഇനിറ്റ്, സ്റ്റാർട്ട്, paint,
അങ്ങനെ 3 മെത്തേഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോപ്പ് ആൻഡ് ഡിസ്ട്രോയും വി ആർ നോട്ട് ഓവർ റൈഡിങ് ഇറ്റ്, ബിക്കോസ് അതെന്താണോ അതിൻ്റെ ഡിഫോൾട്ട് ഇംപ്ലിമെൻറ്റേഷൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇനിറ്റും സ്റ്റാർട്ടും പെയിൻറ്റ് ഈ 3 മെത്തേഡ്സ് മാത്രം നമ്മൾ ഓവർ റൈഡ് ചെയ്ത് യൂസ് ചെയ്യാണ്. ഇനിറ്റിൻ്റെ അകത്തുള്ള കോഡ് എന്ന് പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്ന ഫോർഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്ന കോഡാണ്. ദെൻ സം മെസ്സേജ് ഇസ് ഇനീഷ്യലൈസ് മെസ്സേജ് MSG എന്ന് പറഞ്ഞ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുന്നത് സ്ട്രിങ് വേരിയബിൾ ഇൻസൈഡ് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. സ്ട്രിങ് MSG എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻസ്റ്റൻസ് വേരിയബിൾ ഓഫ് സാമ്പിൾ ക്ലാസ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡിൻ്റെ അകത്ത് ഇൻസൈഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മെസ്സേജ് ഈ ഓൾറെഡി ഉള്ള മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ട് വരുന്നു. പിന്നെ പെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഇൻസൈഡ് പെയിൻറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് ഓൾറെഡി ഉള്ള മെസ്സേജിൻ്റെ അകത്ത് അപ്പൻഡ് ചെയ്തിട്ട് വരികയാണ്. ദെൻ ഫൈനലി യു ആർ ഡ്രോയിങ് ദി ഔട്ട്പുട്ട് യൂസിങ് ദ ഗ്രാഫിക്സ് ഒബ്ജക്റ്റ്. പെയിൻറ്റിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കിട്ടുന്ന മെത്തേഡിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കിട്ടുന്ന ഗ്രാഫിക്സ് ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് വിൻഡോൻ്റെ മുകളിൽ റൈറ്റ് ചെയ്യാണ് ഡ്രോ സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട്. എന്താണ് മെസ്സേജ് റൈറ്റ് MSGയിലകത്ത് കിടക്കുന്നുണ്ട്, പിന്നെ ഏത് പൊസിഷനിലാണ് റൈറ്റ് ചെയ്യേണ്ടതാണ് 10:30 എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഈ ആപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ഓർഡർ മെത്തേഡിൻ്റെ ഓർഡർ ഇനിറ്റ് സ്റ്റാർട്ട് പെയിൻറ്റ് ഏത് ഓർഡറിലാണ് ഇത് വിളിക്കപ്പെടുന്നത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാവും. ഓക്കെ സോ ഇറ്റ് വിൽ ഷോ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അതായത് ബാക്ക്ഗ്രൗണ്ട് സിയാൻ എന്ന് പറയുന്ന കളറിൽ സെറ്റ് ചെയ്യും, പിന്നെ ഉള്ളിൽ ടെക്സ്റ്റ് റെഡ് കളറിലാണ് റൈറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, സോ ലെറ്റ് us see that program. സോ സെയിം പ്രോഗ്രാമാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. പേര് സിമ്പിൾ എന്നാണ്, അത് മാറ്റി ഞാൻ BG കളർ ആപ്ലെറ്റ് എന്ന് കൊടുത്തു. അതുകൊണ്ട് തന്നെ ആപ്ലെറ്റ് കോഡ് എന്ന് പറയുന്ന കോഡ് ഈക്വൽ ടു BG കളർ ആപ്ലെറ്റ് എന്ന് കൊടുത്തു. ദെൻ ഇനിറ്റിൽ ഞാൻ സെറ്റ് ഫോർഗ്രൗണ്ട് യൂസ് ചെയ്തില്ല. സെറ്റ് ഫോർഗ്രൗണ്ട് യൂസ് ചെയ്തേരം എനിക്ക് കളർ കിട്ടണില്ല. ഓക്കെ, ദാറ്റ് മീൻസ് മൈ ടെക്സ്റ്റ് കളർ ഡസൻ ചേഞ്ച്. ബ്ലാക്ക് കളർ ബൈ ഡീഫോൾട്ട് ബ്ലാക്ക് കളറാണ്, അത് തന്നെയാണ് കിട്ടുന്നത്. ഇറ്റ് ഡസൻ ചേഞ്ച് ദി ടെക്സ്റ്റ് കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, സെറ്റ് ബാക്ക്ഗ്രൗണ്ട് വർക്ക്സ്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്രാഫിക്സ് ഒബ്ജക്റ്റിന് ഒരു സെറ്റ് കളർ മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് ആയ സെറ്റ് കളർ മെത്തേഡ്. സോ പെയിൻറ്റ് മെത്തേഡ് വിളിക്കുന്ന സമയത്ത് പെയിൻറ്റിൻ്റെ അകത്ത് ഞാൻ ഗ്രാഫിക്സ് ഒബ്ജക്റ്റിൻ്റെ സെറ്റ് കളർ മെത്തേഡ് വെച്ചിട്ട് റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ടൂൾ ഉണ്ടല്ലോ, വാട്ട് എവർ പെൻ ഇസ് ബീങ് യൂസ്ഡ് ബൈ ദി അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്, ആ പെന്നിൻ്റെ കളർ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് വഴി ആ പെന്നിൻ്റെ കളർ മാറ്റി കൊടുക്കുകയാണ് സെറ്റ് കളർ മെത്തേഡ് വെച്ചിട്ട്. സോ റെഡ് കളറാണ് ഞാൻ പെന്നിൻ്റെ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ സെറ്റ് കളർ മെത്തേഡ് ഹെൽപ്സ് ഇൻ ചേഞ്ചിങ് ദി കളർ ഓഫ് ദി ഗ്രാഫിക്സ് ഒബ്ജക്റ്റ്. ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. വി ആർ ഡ്രോയിങ് സംതിങ് ഓൺ ദി വിൻഡോ യൂസിങ് ഗ്രാഫിക്സ് ഒബ്ജക്റ്റ്. സോ ഗ്രാഫിക്സ് ഒബ്ജക്റ്റിൻ്റെ കളർ ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെന്ന് പോലത്തെ ഒരു സംഭവമാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ റൈറ്റ് ചെയ്യാണ്. സോ അതിൻ്റെ കളർ നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. ബൈ ഡീഫോൾട്ട് അതിന് ബ്ലാക്ക് കളറാണ്, അത് മാറ്റി നമ്മൾ റെഡ് കളറാക്കുകയാണ്. ഓക്കെ, സോ ഐ ആം ഡൂയിങ് ദാറ്റ് ആൻഡ് ഐ എം ജസ്റ്റ് യു ക്യാൻ കമ്പൈൽ ഇറ്റ്. ഐ ഹാവ് ഓൾറെഡി കമ്പൈൽഡ്. എനിവേ ഐ വിൽ ഷോ യു അഗെയിൻ. കമ്പൈൽ ചെയ്തു, എന്നിട്ട് ആപ്ലെറ്റ് വ്യൂവർ വെച്ചിട്ട് ഞാനത് എക്സിക്യൂട്ട് ചെയ്യാണ്. ആപ്ലെറ്റ് വ്യൂവർ BG കളർ applet.java. സോ യു ക്യാൻ സീ അവിടെ കണ്ടോ ആപ്ലെറ്റിൻ്റെ വിൻഡോയിൽ അകത്ത് യു ക്യാൻ സീ ദ സീക്വൻസ് ഓർ ഓർഡർ ഇൻ വിച്ച് ദ മെത്തേഡ്സ് ആർ കോൾഡ്. ഇൻസൈഡ് ഇൻസൈഡ്സ് ആദ്യം ഇനിറ്റാണ് വിളിക്കുന്നത്, പിന്നെ സ്റ്റാർട്ട് മെത്തേഡാണ് വിളിക്കുന്നത്, പിന്നെ പെയിൻ മെത്തേഡാണ് വിളിക്കുന്നത്. റൈറ്റ്, ഉണ്ടോ? ഇൻസൈഡ് ഇനിറ്റ്, ഇൻസൈഡ് സ്റ്റാർട്ട്, ഇൻസൈഡ് പെയിൻറ്റ്. ആദ്യം ഇനിറ്റിലേക്ക് വരും, പിന്നെ ആ മെസ്സേജ് സ്ട്രിങ്ങിൻ്റെ അകത്തേക്ക് വീണ്ടും അപ്പൻഡ് ചെയ്ത് വരികയാണ് ഇൻസൈഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സോ പിന്നെ ലാസ്റ്റ് ഇൻസൈഡ് പെയിൻറ്റിൻ്റെ അകത്ത് വന്നിട്ട് അതും കൂടി അപ്പൻഡ് ചെയ്ത് വരികയാണ്. ഫൈനലി പ്രിൻറ്റ് ചെയ്യുന്നത് പെയിൻറ്റിൻ്റെ അകത്താണല്ലോ. പ്രിൻറ്റ് ചെയ്യുന്നത് ഡ്രോ സ്ട്രിങ് മെത്തേഡ് വിളിക്കുന്നത് പെയിൻറ്റിൻ്റെ അകത്താണ്. സോ ആ മെസ്സേജ് മൊത്തമായിട്ടും പ്രിൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്താണ്. വഴിയിലൊക്കെ അത് ആ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. റൈറ്റ്, ആസ് യു ഹാവ് സീൻ. സോ യു ക്യാൻ സി ഓവർ ഹിയർ. വഴിയിൽ ഇനിറ്റിൻ്റെ അകത്ത് ആ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ദെൻ ആ മെസ്സേജ് വീണ്ടും അതിൻ്റെ അകത്തേക്ക് അപ്പൻഡ് ചെയ്യപ്പെടുകയാണ് ഇവിടെ സ്റ്റാർട്ടിൻ്റെ അകത്ത്.
ഫൈനലി പെയിൻറ്റിൻ്റെ അകത്തെ മെസ്സേജ് അപ്പൻഡ് ചെയ്തതിന് ഉടനെ തന്നെ അത് പ്രിൻറ്റും ചെയ്യാണ് ഡ്രോ സ്ട്രിങ് വെച്ചിട്ട്. സോ ഈ ഓർഡറിലാണ് അത് വിളിക്കപ്പെടുക. ആദ്യം ഇനിറ്റ്, പിന്നെ സ്റ്റാർട്ട്, പിന്നെ പെയിൻറ്റ്. ഓക്കെ.